അതിജീവിതയുടെ മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് ചോർത്തിയതിനെ സംബന്ധിക്കുന്ന പരാതി ഇപ്പം കേരള ഹൈക്കോടതി കൊടുത്തു. അത് സുപ്രീം കോടതിയിലെ അഭിഭാഷക അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവറാണ് ഈ പരാതി കേരള ഹൈക്കോടതി ഫയൽ ചെയ്തത്. അതിനകത്ത് മെമ്മറി കാർഡ് 3 പ്രാവശ്യം പരിശോധിച്ചിരിക്കുന്നു ട്രയലിന് മുമ്പ്. ആ പരിശോധനയിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ക്രിമിനൽ കേസ് എടുക്കേണ്ടതായിരുന്നു, ഉണ്ടായില്ല. ഹൈക്കോടതി കൊടുത്ത പരാതിയിൽ അത് ലോവർ കോടതിയിലേക്ക്, ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് നടപടിക്ക് വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു. പക്ഷേ ജില്ലാ കോടതിയിലെ ദിലീപിൻ്റെ കേസ് ട്രയൽ നടത്തിയ അണിയം വർഗീസ് അതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം കൃത്യമായി നടത്തിയില്ല എന്നതാണ് ആരോപണം. ഇപ്പോഴേ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ കൊടുത്ത പരാതിയിൽ ആ മെമ്മറി കാർഡിനകത്ത് അത് ആരോ കൈകടത്തി, അത് ചോർത്തി എന്നൊക്കെയുള്ള ആരോപണം അത് കേരള ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് തിരികെ ട്രയൽ കോടതിയിലേക്ക് അയച്ചു കൊടുത്തു നടപടിക്ക് വേണ്ടി. എന്നാൽ ആ ട്രയൽ കോടതി ജഡ്ജി അതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടത്തി അത് ക്ലോസ് ചെയ്തു, ഫർദറായിട്ട് മുന്നോട്ട് പോയില്ല. ഇതാണ് ഈ ആക്ഷേപം. വൃന്ദ ഗ്രോവർ ഇപ്പം വന്നിരിക്കുന്നത് കേസ് അട്ടിമറിയിലൂടെ ആ കേസിൻ്റെ വിധി മറ്റൊരു രീതിയിലേക്ക് മാറി എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ആക്ഷേപമാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മെമ്മറി കാർഡ് അതേപ്പറ്റിയുള്ള അന്വേഷണം കൃത്യമായി നടത്തേണ്ടിയിരിക്കുന്നു. ആരാണ് ചോർത്തിയത്, അവരുടെ പ്രൈവസിക്ക് എതിരായിട്ട് അത് ചോർത്തിക്കൊണ്ടുപോയി, അതിന് കോടതി നടപടിയൊന്നും എടുത്തില്ല എന്നതാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. ഇപ്പം ആലപ്പുഴ ജില്ലാ കോടതി ജഡ്ജിയായിരിക്കുന്ന അണിയം വർഗീസായിരുന്നു എറണാകുളത്തെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ ജഡ്ജി. ഈ കേസിൻ്റെ കോടതിയുടെ ട്രയൽ സമയത്തും അതിനു മുമ്പും ഈ മെമ്മറി കാർഡ് ആരോ പരിശോധിച്ചിരിക്കുന്നു. ഇത് അന്വേഷണം പൂർത്തിയാക്കി അങ്കമാലി കോടതിയിലാണ് ഇതിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തത്. ആ കൊടുത്ത കോടതിയിലെ അവിടെ കുറ്റച്ചാർജ് കൊടുത്തപ്പം ആ കൂടെ കൊടുത്തിരിക്കുന്ന ഈ മെമ്മറി കാർഡ്, തൊണ്ടിയായ മെമ്മറി കാർഡ് ആ കോടതിയിലെ ആരോ പരിശോധിച്ചിരിക്കുന്നു. അവിടുത്തെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആ തൊണ്ടി സാധനങ്ങളും ആർക്കും തൊടാൻ അവകാശമില്ല. അത് പോലീസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ സമയത്ത് കോടതിയിൽ ആ തൊണ്ടി സാധനം ഇതിൻ്റെ പരാമർശം വരുമ്പം അത് പരിശോധിക്കുക എന്നുള്ള അധികാരം മാത്രമേ കോടതിക്കുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്കമാലി കോടതിയിൽ കുറ്റച്ചാർജ് കൊടുത്തപ്പം ആ കോടതിയിലെ ആ കസ്റ്റഡിയിലിരിക്കുന്ന ആ തൊണ്ടി സാധനം ആരോ അതിൽ കൈകടത്തി അതിൻ്റെ കണ്ടൻസിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം അത് കമ്മിറ്റൽ പ്രൊസീജിയറായി കഴിയുമ്പോൾ അവിടുന്ന് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്ത ആ കോടതിയിൽ ഇരുന്ന സന്ദർഭത്തിലും ഈ മെമ്മറി കാർഡ് ആരോ പരിശോധിച്ചു. അന്നേരം ആ കോടതിയുടെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന കൗസർ എടപ്പഴകത്താണ്. അദ്ദേഹം എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരുന്ന സന്ദർഭത്തിൽ അവിടെ കമ്മിറ്റ് ചെയ്ത് വന്ന ആ കേസിൻ്റെ അകത്തുള്ള തൊണ്ടി സാധനം ആ കോടതിയിലും വെച്ചു ആരോ പരിശോധിച്ചിരിക്കുന്നു. ആ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കൗസർ എടപ്പഴകത്ത് അത് ട്രയൽ നടത്താൻ വേണ്ടി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അഡീഷണൽ സെഷൻസ് കോടതിയിലെ അണിയം വർഗീസായിരുന്നു. അവരാണ് ആ കേസിൻ്റെ ട്രയൽ നടത്തിയത്. ഒരു ലേഡി തന്നെ ഈ കേസിൻ്റെ ട്രയൽ നടത്താൻ ഉത്തമമായിരിക്കും എന്ന് അതിജീവിത തുടക്കത്തിലെ പറഞ്ഞു. അതനുസരിച്ചാണ് അണിയം വർഗീസിനെ ബെഞ്ചിൽ ഈ കേസിൻ്റെ ട്രയൽ ആരംഭിച്ചത്. പിന്നീട് അവർക്ക് കോടതിയോട് അതൃപ്തി തോന്നുകയും ആ കോടതി നടപടികളെ തൃപ്തരാകാതെ വരികയും ചെയ്തപ്പം ആ കോടതിയിൽ നിന്ന് മാറ്റണം, ഈ കേസിൻ്റെ ട്രയൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞ്
അപേക്ഷ കൊടുത്തെങ്കിലും ഹൈക്കോടതിയും അത് സുപ്രീം കോടതി വരെ പോയി എങ്കിലും അത് കോടതി മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. ആ കോടതി തന്നെ ട്രയൽ നടന്നു. ആ കോടതി വെച്ചും ആരോ ഇത് ആ മെമ്മറി കാർഡ് പരിശോധിച്ചതായിട്ടും കണ്ടെത്തി. ഈ 3 സ്ഥലത്തും പരിശോധിച്ചതിന് നടപടി ഉണ്ടാകണം. അത് ചില വ്യക്തികളുടെ കൈവശത്ത് ഈ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ എത്തപ്പെട്ടു. അത് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് തനിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അത് സർക്കുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്ത പരാതിയിൽ അതിജീവിതയുടെ പരാതി ജില്ലാ കോടതിയിൽ നടപടിയെടുക്കാൻ അയച്ചെങ്കിലും ജില്ലാ കോടതി അത് പരിശോധിച്ച് ആ കോടതിയുടെ പരിധിയിൽ അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്ത തൊണ്ടി ക്ലാർക്കിൻ്റെ എന്നൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് അതിനായിട്ട് ഫർദർ നടപടി എടുക്കാതെ അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു. നമുക്കറിയാം ദിലീപിൻ്റെ കേസ്. ആ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുകയും 7-ാം പ്രതിയെ അതുപോലെ 9-ാം പ്രതിയെയും വെറുതെ വിടുകയും ചെയ്തു. ഇതിനെ സംബന്ധിക്കുന്ന വലിയ വിമർശനം പത്രങ്ങളിലും വ്യക്തികളിലും അസോസിയേഷനിലൊക്കെ ഉണ്ടായെങ്കിലും കോടതി ആ പ്രതികളെ 6 പേരെ ശിക്ഷിക്കുകയും ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെറുതെ വിടുകയും ചെയ്ത ആ വിധി പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന് അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. അതേസമയത്ത് അന്നത്തെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനും അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഹൈക്കോടതി അത് താഴത്തെ കോടതിയിലോട്ട് ജില്ലാ കോടതിയിലേക്ക് തന്നെ നടപടിക്ക് വേണ്ടി അയച്ചെങ്കിലും ഇന്ന് വരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ മുഖേന അതിജീവിത ആ കേസിൽ ഉൾപ്പെട്ട ദൃശ്യങ്ങൾ പലരുടെ കയ്യിലുണ്ട്, അത് 3 സ്ഥലത്ത് അത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുമ്പം അതിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തിക്കൊണ്ടുപോയി അതിലേക്കുള്ള എവിഡൻസുകൾ ഉണ്ടായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. എന്തായാലും ഹൈക്കോടതി കൊടുത്ത അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ മുഖേന കൊടുത്ത പരാതി ഹൈക്കോടതിയുടെ ബെഞ്ചിലെ ജോബിൻ സെബാസ്റ്റ്യൻ്റെ ബെഞ്ചിൽ വരികയും അദ്ദേഹം ആ കേസ് പോസ്റ്റ് ചെയ്ത ദിവസം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ജോബിൻ സെബാസ്റ്റ്യൻ ഹൈക്കോടതി രജിസ്ട്രാറായിരിക്കുന്ന സമയത്ത് ഈ തൊണ്ടി സാധനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം കൗസർ ഇടപ്പഴകത്തിൻ്റെ ബെഞ്ചിൽ വീണ്ടും ഇത് പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹം അടുത്ത ദിവസം അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം പറയുന്നത് താൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ കോടതിയിൽ താൻ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ആയിരുന്ന സമയത്ത് അവിടെ വെച്ച് തൊണ്ടി സാധനം ആരോ കൈകാര്യം ചെയ്തു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതുകൊണ്ട് അത് അദ്ദേഹം പിന്മാറി. ഇപ്പോഴേ ഹൈക്കോടതിയിലെ 3ാമത്തെ ബെഞ്ചിലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അവിടെ സീനിയർ ജഡ്ജിയായിരിക്കുന്ന PS ഡയസിൻ്റെ ബെഞ്ചിൽ വന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹം ഇന്നലെ അത് പരിശോധിച്ചു. അതിനുശേഷം സുപ്രധാനമായ ചില ഡയറക്ഷൻസ് കൊടുത്തു. ഏതായാലും ആ പരാതി അംഗീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി. എന്നിട്ട് കൊടുത്ത നിർദ്ദേശങ്ങൾക്കകത്ത് ഈ തൊണ്ടി സാധന മെമ്മറി കാർഡുകൾ അതിനോടനുബന്ധിച്ച റെക്കോർഡുകളും അടിയന്തരമായിട്ട് ഹൈക്കോടതി രജിസ്ട്രാർ മുമ്പിൽ സീൽഡ് കവറിൽ ഹാജരാക്കാൻ ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ആ മെമ്മറി കാർഡും അതിനോട് അനുബന്ധിച്ച റെക്കോർഡും ഹൈക്കോടതിയിലെ രജിസ്ട്രാർ മുമ്പിൽ 30 ദിവസത്തിനകം ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് കോടതിക്ക് ഒരു ഒബ്സർവേഷനിലോ നേരിട്ടോ നടത്താം. പക്ഷേ ഒരു ക്രൈം ബ്രാഞ്ച് പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് മാത്രമേ അത് അന്വേഷിക്കാൻ കഴിയുള്ളൂ. കോടതി മുഖേന നേരത്തെ നടത്തിയത് ഒരു എൻക്വയറി മാത്രമാകുള്ളൂ. അതിനകത്ത് ഇത് അനധികൃതമായി ആരെങ്കിലും അത് കൈവശം വെച്ചു, അതാരെങ്കിലും അതിനകത്ത് ചോർത്തിയെടുത്തു എന്നൊക്കെ തെളിവ് വന്നാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ഒരു കോടതിയുടെ പരിധിയിൽ ഉള്ള ജഡ്ജ് തന്നെ ഒരു എൻക്വയറി നടത്തിയാൽ അത് സുപ്രധാനമായ ഒരു നീക്കമല്ല. ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് ആ ക്രിമിനൽ കുറ്റം ഒരു പോലീസ് അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഇന്ത്യയിൽ അത് പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് ജസ്റ്റിസ് PS ഡയസിൻ്റെ ബെഞ്ചിൽ അദ്ദേഹം
തൊണ്ടി സാധനങ്ങൾ അവിടെ ഹൈക്കോടതിയുടെ രജിസ്ട്രാർ മുമ്പിൽ സീൽഡ് കവറിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് കോഗ്നിസൻസ് എടുക്കേണ്ടി വരും, ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും ഹൈക്കോടതിക്ക്. എനിക്ക് തോന്നുന്നത് ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിലേക്ക്, ക്രൈംബ്രാഞ്ചിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലേക്കോ CBIയുടെ ഇൻവെസ്റ്റിഗേഷനിലേക്കോ വിടുന്നതിന് തടസ്സമില്ല. അങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ അവരുടെ ഗ്രീവൻസസിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അടുത്ത 30 ദിവസത്തിനകം ഈ തൊണ്ടി സാധനങ്ങൾ ഹൈക്കോടതി രജിസ്ട്രാറുടെ ഏൽപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഈ കേസിനെ സംബന്ധിക്കുന്ന വാദിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ എതിർകക്ഷത്തിൻ്റെയും അതുപോലെ കോടതിയുടെ പരിധിയിൽ നടന്ന സംഭവമായതുകൊണ്ട് ആ കോടതിക്ക്, അന്നത്തെ കോടതി ജഡ്ജിക്ക് ഇതിനകത്ത് കക്ഷി ചേരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിലേക്ക് എതിർകക്ഷികൾ തീർച്ചയായിട്ടും അതിജീവിതയും അതോടൊപ്പം തന്നെ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് അതിനകത്ത് എതിർകക്ഷികളാകാൻ സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തും. ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.